വിജയസാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് വീണ്ടും പാർട്ടി തന്നെ മത്സരിപ്പിക്കുന്നതെന്ന് LDF ബത്തേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ. മുൻ MLA വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയതെന്നും 100% വിജയസാധ്യത ഉറപ്പുണ്ടെന്നും MS വിശ്വനാഥൻ പറഞ്ഞു. ബ്രഹ്മഗിരി വിവാദത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഇല്ലെന്നും വിശ്വനാഥൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥനോടൊപ്പമാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളിൽ വളരെ സജീവമായി രാത്രിയും പകലുമില്ലാതെ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മോടൊപ്പം കൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ LDFന്റെ പ്രചരണം വലിയ രീതിയിൽ തന്നെ നടക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും എത്തുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? തീർച്ചയായിട്ടും നല്ല പ്രതികരണം. അത് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ഞാൻ പ്രചരണ രംഗത്തിലേക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ട് പാർട്ടി ഔദ്യോഗികപരമായിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ തുടങ്ങി. അതായത് നിയോജകമണ്ഡലത്തിന് വിവിധ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലത്തും പോയപ്പോഴും നല്ല സ്വീകാര്യതയാണ്. നല്ല ജനങ്ങൾ നല്ല ഏറ്റെടുത്തു കഴിഞ്ഞു. അതായത് LDF ഇത്തവണ ഇവിടെ വിജയിക്കുമെന്ന് ജനങ്ങൾ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിവിടെ സംഭവിക്കും. ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പൊതുവെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു അവസ്ഥ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല. ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. അത്തരത്തിൽ ഇവിടെ ഇപ്പോൾ ഇത്തവണ വിജയിച്ചില്ല, അത് അറിയാം. പക്ഷെ അതൊന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം പ്രാദേശികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ പോലെ വിശേഷിപ്പിക്കേണ്ടതല്ല ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്, കേരളത്തിലെ സർക്കാരിൻ്റെ വികസന കാര്യങ്ങളുണ്ട്, നിലവിലുള്ള MLA പോരായ്മകളുണ്ട്. ഇതൊക്കെ ഇതിന് ഘടകമാവും. ഇപ്പോൾ നിലവിലുള്ള MLA പോരായ്മകൾ എന്താണ് എടുത്തു പറയാനുള്ളത്? നിലവിലുള്ള MLA 15 വർഷമായിട്ട് വികസന പ്രവർത്തനങ്ങളൊന്നും ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തവണ സജീവമായിട്ട് ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത്തവണ ഇവിടെ LDF വരും, LDF വിജയിക്കും. ഇപ്പോൾ UDFന്റെ ഒരു വികസന മുരടിപ്പ് എടുത്തു കാട്ടുമ്പോഴും ഈ ബ്രഹ്മഗിരി പോലുള്ള വിഷയങ്ങൾ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? അല്ല, അത് പാർട്ടി അത് വേണ്ട രീതിയിൽ വേണ്ട പോലെ പ്രതികരിച്ചിട്ടുണ്ട്, അത് സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും ഒരു ജനങ്ങളുടെ ഒരു മനസ്സ് അല്ല, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് ജയം ഉറപ്പായിട്ടാണ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരിയിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും. കഴിഞ്ഞ തവണ താങ്കൾ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. അത് ഒരു പരാജയത്തിലേക്ക്, ജയപരാജയം താങ്കൾ പറഞ്ഞതുപോലെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇതിന് തെരഞ്ഞെടുപ്പുമായി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജനങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. എല്ലാവരും വിജയിക്കില്ല, ഒരാൾ വിജയിക്കും. പക്ഷെ ഇത്തവണ പാർട്ടി ഞാൻ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിൽ ഇത്തവണ എന്നെ പാർട്ടി പരിഗണിച്ചു. അതൊരു അതായത് വിജയസാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.